ഒരു മനുഷ്യന് രണ്ട് സമയത്താണ് ഏറ്റവും വലിയ സഹായം ആവശ്യം. എപ്പോഴാണ്? ഒന്ന് കുഞ്ഞായിരിക്കുന്ന സമയം ആണോ? പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ട്, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സമയം. അതാണ് വാർദ്ധക്യത്തിൽ അവനെ സഹായിക്കുക. മരിക്കുന്നത് വരെ അവൾക്ക് ദുഃഖം ഉണ്ടാക്കരുത്. അവൻ അറിവ് കുറവാണെങ്കിലും നീ സഹിഷ്ണുത കാണിക്കുക. ഞാൻ ഈ ലോകത്തിലുള്ള ഏത് ഡോക്ടർമാരോടാണെങ്കിലും ശാസ്ത്രജ്ഞന്മാരോടാണെങ്കിലും ഡിഗ്രി നേടിയ ഏതൊരു മനുഷ്യനോടും പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെന്നിരിക്കട്ടെ, നിങ്ങൾ വലിയ പണ്ഡിതരാണെങ്കിൽ പോലും നിങ്ങളുടെ ഡോക്ടറേറ്റ് ഒട്ടും പഠിച്ചിട്ടില്ലാത്ത അപ്പൻ്റെയും അമ്മയുടെയും ജീവിതാനുഭവത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ കടലിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണ് നിങ്ങളുടെ ഡോക്ടറേറ്റ്. എന്തെന്നാൽ അവരുടെ ഡോക്ടറേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പഠിച്ചിട്ടില്ലാതിരിക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ കാണിച്ച വലിയ മനസ്സാണ് അവരുടെ ഡോക്ടറേറ്റ്. അവരുണ്ണാതെ നിങ്ങളെ ഊട്ടിയതാണ്. അവരുടുക്കാതെ നിങ്ങളെ ഉടുപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഒരു കാലഘട്ടത്തിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ചരിവം വെച്ച് വെള്ളം പിടിച്ചുകൊണ്ട് ഒരായുസോളം അവർ സ്വപ്നം കണ്ടു കാണും, എൻ്റെ മക്കൾക്കെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിരവധി കണ്ണുനീര് ഒഴുക്കിയ അപ്പനും അമ്മയുമായിരിക്കാം. പണ്ടുള്ള ഏതാനും ചില മാതാപിതാക്കൾ അടുപ്പിൽ തീയിട്ടിട്ട് കലം വെച്ചിട്ട് വെറുതെ തീ പുകയ്ക്കും, അടുത്ത വീട്ടുകാർ കാണട്ടെ ഇവിടെ അരി വെക്കുകയാണെന്ന്. പട്ടിണിയായിരിക്കാം പലപ്പോഴായിട്ട്. അങ്ങനെ അനേക നാളുകൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെയും വേദനയുടെയും പ്രാർത്ഥനകളാണ് ഇന്ന് കാണുന്ന മക്കളുടെ ഡിഗ്രിയും ഡോക്ടറേറ്റും എല്ലാം. അതാണ് പറഞ്ഞത്, മക്കളെ, ഈ മാതാപിതാക്കളെ നിങ്ങൾ അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യരുതും. അത് കെണിയാണ്. ചേർന്ന് പറ ഹല്ലേലൂയാ. ഇനി ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത പ്രമാണമോ ബാങ്കിൽ ഇട്ട് കൊടുത്ത ബാങ്ക് ബാലൻസോ ലോക്കറിൽ വെച്ചിരിക്കുന്ന സ്വർണമോ ഒന്നുമല്ല ദൈവാനുഗ്രഹം. അതൊക്കെ നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. സ്വർഗം വെച്ച് നീട്ടിയിരിക്കുന്ന ദൈവാനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ വാർദ്ധക്യത്തിൽ മുടി നരച്ചിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കൈവെള്ളയിൽ മറഞ്ഞിരിക്കുന്ന അമൂല്യ നിധിയുടെ പേരാണ് ദൈവ അനുഗ്രഹം.